This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. ഇന്നത്തെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവരൊക്കെയാണ്. ഫോർ ബോട്ടാണ്. നമുക്കിന്ന് 13 ടീമുകളുമുണ്ട്. 3 ഇല്ല, 8 ഇല്ല. പതിനൊന്ന് ടീമാണ്. അതിൽ ഒരാൾ സോളോ ആണുള്ളത്. ഇന്ന് സാധാരണ ഇറങ്ങുന്നതിനെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാറി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. സാധാരണ ഉള്ളതിനെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് ഇവിടെയാണിപ്പോൾ ഒരു ഫൈറ്റ് നടക്കാനായിട്ട് ചാൻസ് ഉള്ള സ്ഥലം. പവർ ഷോമും മതികോടും കൊണ്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഒരു AST മാർക്കുമാണ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും എന്തായാലും ഫുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുക്കാനാണ് ചാൻസ്. അതിൽ AST മാർക്കോ സോളോ ആണ് മെമ്പർ. എനിക്കിന്ന് അദ്ദേഹത്തിന് റഷ് അടിക്കുകയാണ്. നമ്മുടെ പവർഷം റഷ് അടിക്കുകയാണ്. പവർഷം അദ്ദേഹത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ കാര്യമുണ്ടായില്ല. അദ്ദേഹത്തിനെ അടിച്ച് പഞ്ഞിക്കിട്ടിരിക്കുകയാണ് AMT. നിലവിൽ ഡാംബ്ലീച്ചിൻ്റെ അടുത്തൊക്കെ മറ്റൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. അതിൽ PSM വരുന്നതിന് ഡാംബ്ലീച്ച് നോക്കായിരിക്കുകയാണ്. ക്യൂറസിനെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അടിക്കുന്നത് കാണാം. ക്യൂറസ് ഏജൻറ്റ് ക്യൂറസ് ഹെർബിയാണ് അടുത്തായിട്ടുള്ളത്. അതിൽ ക്യൂറസ് ഹെർബി നിലവിൽ നോക്കാണ്. ക്യൂറസ് ഏജൻറ്റ് ബാക്ക് വലിഞ്ഞിരിക്കുന്നു. അദ്ദേഹം റിവെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. PSM വരുന്നതൊക്കെ നിലവിൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. PSM വരുന്ന ക്യൂറസ് ഏജൻറ്റിനും കൂടി ഫൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അദ്ദേഹം എന്തായാലും അവിടെ നിന്ന് വലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു ഫൈറ്റ് കിട്ടുന്നു. ബോട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ക്യൂറസ് ഏജൻറ്റ് എന്തായാലും വലിഞ്ഞിട്ടുണ്ട് സ്ഥലത്ത് നിന്നിട്ട്. നിലവിൽ NV2OP അദ്ദേഹത്തിനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. നിലവിൽ ബോട്ട് മാത്രമേ ഉള്ളൂ. ബോട്ട് ഇതാ വിരിച്ച് വീഴാൻ പോകുന്നു. ബോട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട് മറ്റൊരു പ്ലെയറും കൂടി ഉണ്ട്. ക്യൂറസിൻ്റെ DRS DKS34. നിലവിൽ ബോട്ട് ഇതാ എൻ്റെ മുമ്പിൽ പച്ച പുകയിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ എന്തായാലും ഒരു ടീംമേറ്റ് എന്തായാലും ഓടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ റിക്കോൾ ചെയ്യും, അത് ഉറപ്പാണ്. നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ടൈറ്റൻ ബോസിൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ട് പോകരുത് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മെഡ് ഇല്ലാന്ന് തോന്നുന്നു. മെഡ് എടുക്കാനായിട്ട് കയറി മെഡ് അടിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നിലവിൽ മെഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം റീകോൾ ടവറിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണ്ട് ഔട്ടിലേക്കാണ്. ഒരു നേരത്തെ മണ്ടത്തരം അദ്ദേഹം കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം സമയം കുറച്ച് പാഴാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തൊട്ടടുത്ത് തന്നെ റീകോൾ ടവറുണ്ട്. അദ്ദേഹം റീകോൾ ടവറിലേക്ക് പോകണം. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റീകോൾ ടവറിൽ ആരും തന്നെ ഇല്ല. നിലവിൽ NV2OP PSM ബന്ധം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർ ചിന്തിക്കുകയാണ് റീകോൾ ടവറിൽ ആരെങ്കിലും വന്നോ നോക്കാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് അവിടെ തുടങ്ങുന്നതാണ്. നിലവിൽ ഇതാ റീകോൾ ടവറിലേക്ക് നമ്മുടെ DRS ഏജൻറ്റ് പോവുകയാണ്.
NGO സ്പൈഡർ, PC ലവർ, DRS ഹെർബി നിലവിൽ നോക്കാണ്. അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ചടങ്ങാണ് കാണിക്കുന്നത്. അദ്ദേഹം റീകോൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ നമുക്ക് എന്തായാലും കണ്ടറിയേണ്ട. നേരെ കയറി ചെല്ലുന്ന അദ്ദേഹം ടീംമേറ്റ്സിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, റീകോൾ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. നേരെ ചെല്ലുന്നത് നമ്മുടെ ടൈറ്റൻ ബോസിൻ്റെയൊക്കെ അടുത്തേക്കാണെന്ന് തോന്നുന്നു. മറ്റൊരു ബ്ലൂംസ്റ്ററിനുള്ളിലുള്ള എനിക്ക് തോന്നുന്നു ബ്ലൂംസ്റ്ററിൽ പോയിട്ട് റീകോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഗ്രോണസിനും ബ്ലൂംസ്റ്ററിനും ഇടയ്ക്കുള്ള റീകോൾ ടവറിൽ പോകാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നിലവിൽ അവിടെ ടീംമേറ്റ്സ് ഒന്നും ഇല്ല. അദ്ദേഹം സേഫായിട്ട് തന്നെ അദ്ദേഹത്തിന് റീകോൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ടീംമേറ്റ്സിനെ റീകോൾ ഇല്ലാഞ്ഞിട്ടാണോ? അവർ നേരത്തെ 2 തവണ അവർ മരണപ്പെട്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഇല്ല റീകോൾ ടവറിൽ തന്നെ വന്നിരിക്കുന്നു. അദ്ദേഹം എന്തായാലും കട്ടയ്ക്ക് സേഫാണ്, യാതൊരുവിധ കുഴപ്പമില്ല. അവരുടെ ടീംമേറ്റ്സ് എന്തായാലും പൊങ്ങും, നമുക്കതറിയാം. നിലവിൽ തൊട്ടടുത്തിട്ട് തന്നെയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് പറന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടീംമേറ്റ്സ് കൂടെ വന്നു, അവരുടെ ടീംമേറ്റ്സ് വന്നിട്ടുണ്ട്. നിലവിൽ അവിടെ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്, നമുക്ക് അതിനായിട്ട് പറ്റുന്നുണ്ട്. ഡ്രോപ്പിനടുത്തായിട്ട് നമ്മുടെ പെർഫോമൊക്കെ ഉണ്ട്, നമുക്കെന്തായാലും നോക്കാം. ഇവിടെ ഒരു വാഹനമായിട്ട് പെർഫോമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഡ്രോപ്പ് വീണത് അവർ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഡ്രോപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഡ്രോപ്പിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രധാനം, ഹില്ലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവർ പോയിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ആരെങ്കിലും എടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് നിലവിൽ എയർ ഡ്രോപ്പിലുള്ളത് MG3 ആണ്. മിലിറ്ററി വേസ്റ്റ് 3, ഹെൽമെറ്റ് 3, ലെവൽ 3 ബാഗാണുള്ളത്. MG3 ഇല്ല, അവർ തിരികെ വന്നിരിക്കുകയാണ്. ആരെ എടുക്കും? പെർഫോം. ഓക്കെ, നിലവിൽ അദ്ദേഹം ഏതൊക്കെ കണ്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ടീമേറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. MG3 എന്തായാലും ലൈക്കസ് ലൈവ് 3 കില്ല് എടുത്തിട്ടുണ്ട്. നിലവിൽ വി എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട്. അതുകൂടാണ്ട് പവർ ഫ്രോം 1 കില്ലാണ് എടുത്തിരിക്കുന്നത്. ആദ്യക്കോട് 1 കില്ല് എടുത്തിട്ടുണ്ട്. തൊട്ട് മുമ്പിലായിട്ട് പാക്മാനൊക്കെ നമ്മൾ കാണുന്നു. പാക്മാനൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പാക്മാൻ, ഹിറ്റ്മാൻ, മെഗട്രോൺ ആൻഡ് മലപ്പുറം കാക്ക തൊട്ടടുത്ത് തന്നെയുണ്ട്. അവരിപ്പോൾ എന്തായാലും റീകോൾ ടവറിലേക്ക് കയറി വരാനായിട്ടുള്ള സകല ചാൻസസും ഞാൻ കാണുന്നുണ്ട്. നിലവിൽ ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നു. എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് നടക്കും. ഇദ്ദേഹത്തിന് റീകോൾ ടവറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇദ്ദേഹം 4 പാടും ചുറ്റും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അവിടെ ആരുമില്ല. ബ്രോ ഇങ്ങോട്ടൊന്ന് വരികയാണെങ്കിൽ, എനിക്ക് ക്യാമറയിൽ പിന്തുടർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ്, മെഗട്രോണിന് ഫൈറ്റ്. ആദികോട് അദ്ദേഹത്തിന് എന്തായാലും ഫൈറ്റ് കിട്ടി. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എന്തായാലും ആദികോടാണെന്ന് തോന്നുന്നു ഫൈറ്റ് എടുത്തത്. അദ്ദേഹത്തിന് എന്തായാലും റഷ് അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയേണ്ടതാണ്. നിലവിലൂടെ ഒരു റിവൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇവർ കയറി ചെല്ലുന്നത്. നമുക്കെന്തായാലും വിയുടെ ഒരു വ്യൂ തന്നെ നമുക്ക് കാണാം. അദ്ദേഹം നാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും വടി കിട്ടി. മെഗട്രോൺ ഉണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ട് അദ്ദേഹത്തിന് മറ്റൊരു ഫൈറ്റ് കിട്ടുന്നു. തൊട്ടടുത്ത് തന്നെയായിട്ട് പാക്മാൻ്റെ ഒരു ഫൈറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഒരു മോളിയോ നെയ്ഡോ കൊണ്ട് ഹുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും വീഴും എന്ന് ഉറപ്പാണ്. ഒരു മോളി, ഒരു ഹുക്ക്, എന്തായാലും അതൊരു നല്ലൊരു ടാക്ടിക്സാണ്. സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യൂ കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് ആരെയും കാണാൻ സാധിക്കുന്നില്ല. മെഗട്രോണും വീണിരിക്കുകയാണ്. ഹിറ്റ്മാൻ, പാക്മാൻ മാത്രമാണ് നിലവിൽ പിടിച്ചു നിൽക്കുന്നത്. ബാക്കി എല്ലാവരും വീണിരിക്കുകയാണ്. നിലവിൽ വീട് ഒരു വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്മാൻ അദ്ദേഹത്തിന് അടിച്ചിട്ടിരിക്കുകയാണ്. ലൈക്കസ് ലൈവ് നിലവിൽ നോക്കാണ്. ലൈക്കസ് ലൈവ് തീർന്നു. നിലവിൽ ആദികോടിനെയും അവർ പഞ്ഞിക്കെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമേറ്റിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മറ്റൊരു ഫൈറ്റ് വരുന്നുകൊണ്ടിരിക്കുന്നു. DRS ഹെർബിയാണ് നിലവിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവർക്ക് ഇപ്പോൾ മറ്റൊരു ഫൈറ്റ് കൂടി, ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ, ഒന്ന് ഓടി നടക്കാൻ പോലും സമയമില്ലാതെ മറ്റൊരു ഫൈറ്റ് കിട്ടാൻ വേണ്ടി പോവുകയാണ്.
ഇതാ അദ്ദേഹത്തിൻ്റെ മറ്റൊരു തേർഡ് പാർട്ടിയും കൂടി വന്നിരിക്കുകയാണ് ഫൈറ്റിന്. എന്തായാലും അദ്ദേഹത്തിന് വൈപ്പർ സോളിൻ്റെ ഹെൽത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഇപ്പം തീരും എന്നുള്ള രീതിയിലായിരുന്നു. KL04 മിസ്റ്റി ഉണ്ട്, ഹെൽത്തിയാണുള്ളത്. KL04 മിസ്റ്റിയാണ് ഇപ്പോൾ ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നത്. നിലവിൽ വൈപ്പർ സോൾ ഹെൽത്ത് റിവടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നീഡ് ഹുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ഒരു 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 നീട് വന്നിരിക്കുകയാണ്. അതിൽ നിലവിൽ 2 പേര് നോക്കാണ്. ഇവിടെ ജോഡൽ ഗോനദൻ ആൻഡ് KL04 മിസ്റ്റി നോക്കാണ്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനെ എന്തായാലും അവർ കയറി റഷ് അടിക്കുകയാണ്. വൈപ്പർ സോൾ DRസിനെ റഷ് അടിക്കുന്നു. ഇതാ വൈപ്പർ സോളും നോക്കായിരിക്കുന്നു. വൈപ്പർ സോൾ മിക്സ് ടൈറ്റൻ ബോസ് മാത്രമാണ് നിലവിൽ. അദ്ദേഹത്തിന് ഫുൾ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ അദ്ദേഹം DRS ഏജൻറ്റ് എന്തായാലും നടക്കുകയാണ്. അദ്ദേഹം എല്ലാവരെയും കൊന്ന് പടമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഹിറ്റ്മാൻ ഒരു നോക്കാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കിട്ടിയിരുന്നു. ഹിറ്റ്മാൻ നിലവിൽ എഴിഞ്ഞ് നമ്മുടെ മലപ്പുറം കാക്കയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ഇവിടെ നിന്ന് സംഭവിക്കും? PC ലവർ അദ്ദേഹത്തിനെ ഫ്ലാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലപ്പുറം കാക്കയ്ക്ക് ഒരു ഫൈറ്റ് വന്നു. മലപ്പുറം കാക്കയ്ക്ക് നിലവിൽ PC ലവറിൻ്റെ ഒരു ഫൈറ്റ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമേറ്റിനെ റിവടിക്കാനായിട്ട് സാധിക്കത്തില്ല. അദ്ദേഹം ഇവിടെ ഹെൽത്ത് ബാഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ PC ലവറിൻ്റെ വ്യൂ നോക്കാം. അദ്ദേഹം നല്ലൊരു ഹൈ പൊസിഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ഇത് തന്നെയാണ്. നിലവിൽ കുറച്ച് ലെഫ്റ്റിലാണ്. ഇപ്പം എന്തായാലും ഗൺഫയറിൻ്റെ മാർക്കിങ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് മറ്റൊരു ഇത് കൂടി കിട്ടും. അദ്ദേഹം ഒരു നോക്കും കൂടി ഇട്ടിരിക്കുകയാണ്. അവിടെ ഒരു നോക്കും കൂടി വീണിരിക്കുകയാണ്. നിലവിൽ 2 നോക്കാണുള്ളത്. നിലവിൽ അവിടെ ഇപ്പോൾ എന്തായാലും ഒരു റിബിങ് നടക്കും. എന്തായാലും അവിടെ രണ്ടാമത്തെ നോക്കും വീണിരിക്കുകയാണ്. നിലവിൽ മെഗട്രോൺ മാത്രമാണ് നിലവിൽ പിടിച്ചു നിൽക്കുന്നത്. നമുക്ക് അവരുടെ വ്യൂ നോക്കാം. എന്തായാലും ഇവിടെ 2 നോക്ക് കിടക്കുന്നു. നിലവിൽ ഹിറ്റ്മാൻ പടമായിട്ടുണ്ട്. നിലവിൽ മെഗട്രോൺ വന്നിട്ട് ഇദ്ദേഹത്തിന് ഇവരെ രണ്ടുപേരും റിബടിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മെഗട്രോൺ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. പക്ഷേ സോൺ ഇവർക്ക് സാധകമായിട്ടല്ല ഇരിക്കുന്നത്. അദ്ദേഹം സോണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള അവർക്ക് റീകോൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അദ്ദേഹം എന്തായാലും ഓടി റീകോൾ ടവറിലേക്ക് പോവുകയാണ്. നിലവിൽ റീകോൾ ടവറുകളും എല്ലാം ക്ലോസ് ആയിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാനില്ല. മലപ്പുറം കാക്ക നിലവിൽ അദ്ദേഹവും പടമായിരിക്കുകയാണ്. അവരുടെ ടീം മെമ്പേഴ്സ് 4 പേരും ഓരോ കില്ലെടുത്തിട്ടാണ് നിൽക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു ടീം മെമ്പേഴ്സിൻ്റെ ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 4 ടീം മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 2 പേര് സോളോ ആണ്. ബാക്കി 2 പേര് ഫുൾ സ്ക്വാഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആര് ജയിക്കും, എങ്ങനെ ജയിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് DRS ഏജൻറ്റിൻ്റെ വ്യൂസിലേക്ക് തന്നെ നിലവിലൊന്ന് പോകാം. ഇവിടെ ഇപ്പോൾ നോക്കുന്നിടത്ത് എന്തായാലും വേറെ ഇതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് ഉള്ളത്. നേരത്തെ ഡ്രോപ്പിൽ നിന്ന് കിട്ടിയ MG3 എടുത്ത് അദ്ദേഹം കൈവച്ചിട്ടുണ്ട് നമ്മുടെ ഏജൻറ്റ്. ഇവരുടെ അടുത്ത് എന്തായാലും ഒരു ഫൈറ്റിനുള്ള വീക്കെൻഡ്സ് എന്തായാലും കാണുന്നില്ല. തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റാരും തന്നെയില്ല. നിലവിൽ കുറച്ച് ദൂരെയായിട്ട് നമുക്കൊരു ഫൈറ്റിനുള്ള ചാൻസസ് അത്രയും നമുക്ക് പറയാൻ സാധിക്കില്ല. മെഗട്രോൺ മാത്രമാണ് ഉള്ളത്. മെഗട്രോൺ എന്തായാലും സോണിൽ നിന്ന് എത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അവിടെ എന്തായാലും ഒളിച്ചിരിക്കുകയാണ്. മറ്റ് ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നിലവിൽ മെഗട്രോണും ലോൺ വോൾഫും 2 പേരും സോളോ ആണ്. അതിൽ ലോൺ വോൾഫ് സോളോ പ്ലെയർ തന്നെയായിട്ടാണ് ഇറങ്ങിയിരുന്നതും. അദ്ദേഹത്തിന് ടീം മെമ്പേഴ്സ് ഒന്നുമില്ലായിരുന്നു. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടീമുള്ളത് ഡാംലീച്ചൊക്കെയാണ്. ഡാംലീച്ചൊക്കെ മൊത്തം 5 കില്ലെടുത്തിട്ട് അവരുടെ ടീം മെമ്പേഴ്സ് ഉണ്ട്. നിലവിൽ ഇത്രയും വലിയ മാപ്പാണ്. ഇത്രയും പെട്ടെന്ന് സ്ക്വാഡൊക്കെ കുറേ ഫിനിഷ് ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ലാഗ് അടിക്കുന്നത്. നിലവിലല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ സോൺ വീണ്ടും ഷ്രിങ്ക് ആയിട്ടുണ്ട്. നിലവിൽ നമുക്ക് നോക്കാം. ഇപ്പം ഇനിയിപ്പോൾ ഫൈറ്റ് എടുക്കാൻ പോകുന്ന ഡാംലീച്ചും ലോൺ വോൾഫും മെഗട്രോണും DBS QRS ഹെർബിയൊക്കെ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചാൻസ്. അദ്ദേഹം സോളോ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും പോയെങ്കിൽ തന്നെ നിലവിൽ നോക്കാം. നിലവിൽ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറായ പാക്മാൻ എന്തായാലും കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി മലപ്പുറം കാക്കയും ഹിറ്റ്മാനും എന്തായാലും സുബാത്തി വിശ്വാസം ഇദ്ദേഹത്തിൽ മേൽ വെച്ചുകൊണ്ടിട്ട് തന്നെ അദ്ദേഹത്തിനെ സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നിലവിൽ ചെല്ലുന്നിടത്ത് ഇല്ല. ലോൺ വോൾഫും
ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷ് ആവാൻ ചാൻസ് കൂടുതലാണ്. അദ്ദേഹം ഇതാ വെള്ളത്തിനടിയിൽ നിന്ന് നീന്തി കളിക്കുകയാണ്. നിലവിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഫൈറ്റിനുള്ള വളരെ ചാൻസസ് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ലെഫ്റ്റിലൂടെ PSM വരുന്നത് നിലവിൽ അദ്ദേഹത്തിന് ഒരു ലെഫ്റ്റിലൂടെ ഒരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ലോൺ വോൾഫ് തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫൂട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും PC ലവർ എന്നിട്ടൊരു ഫൈറ്റ് കിട്ടി. DR സേജിൻ്റെ നിലവിൽ നോക്കാണ്. NGS സ്പൈഡർ തൊട്ടടുത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമേറ്റിനെ റീകോൾ ചെയ്യും അല്ല റിവൈഡിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ടീം മെമ്പേഴ്സിന് വിട്ടുകൊടുക്കുന്ന ഒരാളല്ല NGS സ്പൈഡർ. ഇതാ LB2OP ഓപ്പണിലാണ്. ഇദ്ദേഹത്തിന് ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് ഡാംബ്ലീച്ച് നിലവിൽ നോക്കായിട്ട് കിടക്കുകയാണെന്നുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. നിലവിൽ മെഗട്രോൺ ലോൺ വോൾഫ് തമ്മിൽ ഫൈറ്റ് എന്തായാലും എടുക്കുന്നതായിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് സോളോ രണ്ടുപേരെ ഒന്ന് കണ്ടു നോക്കാം. മെഗട്രോൺ ഇപ്പോൾ എന്തായാലും സ്പോട്ട് ചെയ്യും. മെഗട്രോൺ ലോൺ വോൾഫും മെഗട്രോണും തമ്മിൽ ഒരു ഫൈറ്റ് എടുക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അദ്ദേഹം സോണിലേക്ക് കയറേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. അദ്ദേഹം സോണിലേക്ക് ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ലോൺ വോൾഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായാലും സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. 12 സെക്കൻഡിൽ സോൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിടിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അദ്ദേഹം വിചാരിച്ച പോലെ മെഗട്രോൺ തൊട്ടടുത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. എങ്കിലും നമുക്കറിയാവുന്ന കാര്യം വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാം. എന്തായാലും ഈ കളിയിൽ ആര് പിടിക്കും, എങ്ങനെ പിടിക്കും എന്നുള്ളത്. മെഗട്രോൺ PSMനൊക്കെ എന്തായാലും കയറി പണിയാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബാക്കിലൂടെയാണ് ചെല്ലുന്നത്. അവർക്കിടെ എന്തായാലും ഒരു ഫൈറ്റിനുള്ള വളരെ ചാൻസസ് ഉണ്ട്. PSM പരുന്തിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും ഹൈ ബിൽഡിങ്ങിലേക്ക് കയറാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അതൊരു ചെറിയ മണ്ടത്തരമാണ്. തൊട്ട് പുറകിലായിട്ട് മറ്റൊരു എനിമിയും കൂടി ഉണ്ട്. അദ്ദേഹത്തിന് സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം സോണിലേക്ക് കയറേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സോൺ ഏകദേശം തീർന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അദ്ദേഹത്തിൻ്റെ സോൺ തീർന്നിട്ടുണ്ട്. മെഗട്രോൺ നമുക്കിന്ന് മെഗട്രോണിനെ തന്നെ നമുക്കൊന്ന് നോക്കാം. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. 4 സ്ക്വാഡാണ് ഉള്ളത്. അതിൽ 2 സ്ക്വാഡിൽ നിലവിൽ ഇനിയിപ്പോൾ ഉള്ള ആളുകളുടെ എണ്ണം 4-4-2-2 എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, ഡാമേജ് ഇടുന്നതല്ലാണ്ട് കില്ലൊന്നും എന്തായാലും വരുന്നില്ല. നല്ല കട്ടക്ക് തന്നെയാണ് നിൽക്കുന്നത്. നിലവിൽ മെഗട്രോൺ സോണിലേക്ക് കയറാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഡാംബ്ലീച്ച് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LB2OP R34 വോട്ടക്സ് ഉണ്ട് തൊട്ടടുത്ത് തന്നെയായിട്ട്. അദ്ദേഹം ടീമേറ്റിനെ റിബടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഗട്രോൺ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഫൈറ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു നേട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് നേട് വന്നിരിക്കുന്നു. അതിൻ്റെ സ്മോക്കാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹത്തിന് വേറൊരു ഫൈറ്റ് കിട്ടിയിരിക്കുന്നു. ക്യൂറസ് ഏജൻ്റാണ് ഇട്ടത്. മെഗട്രോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് NGS സ്പൈഡർ നോക്കാൻ ക്യൂറസ് PSM വരുന്നുണ്ട്. ഡാംബ്ലീച്ച് നോക്കാണ്. PSM പരുന്ത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് PSM പരുന്തിന് ഇപ്പം മെഗട്രോണിൻ്റെ വക ഒരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. മെഗട്രോൺ എന്തായാലും സോണിലേക്ക് കയറിയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ല കുക്കറിയാണ്. അദ്ദേഹം ഒരു ടീമിനെ ഫുള്ള് സ്ക്വാഡ് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയില്ല. മെഗട്രോൺ 4 കില്ലെടുത്തിരിക്കുകയാണ്. 3 പേരെ തേർഡ് പാർട്ടി കില്ലിലൂടെ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്. നിലവിൽ ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടീം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മെഗട്രോണും 11ാമത്തെ ടീം മാത്രമേ ഉള്ളൂ. 11ാമത്തെ ടീമിൽ നിലവിലുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2 പേരാണ്. 2v1 ആണ്, 2 vs 1 ആണ് നിലവിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സോണിൻ്റെ ഒരു പ്രയോജനം ഇദ്ദേഹത്തിന് തന്നെയാണ്.
അതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. ഇദ്ദേഹം മെഗട്രോൺ ജയിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. ഇത് അവരെ സോണിലേക്ക് കയറിയാണ്, ഫ്ലാങ്ക് ചെയ്ത് കയറാനേ ചാൻസ് ഉള്ളൂ. അദ്ദേഹത്തിന് എവിടുന്ന് വന്നാലും വടി കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഡി ആർ എസ് വരുന്നു. അദ്ദേഹത്തിന് ഫൈറ്റ് കിട്ടാൻ രണ്ടുപേരും രണ്ട് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് നമുക്ക് നോക്കാം. മെഗട്രോണിനെ പി സി ലവർ അടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, മെഗട്രോൺ എന്തായാലും സെക്കൻഡ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കളി തീർന്നു. DRS ഏജൻറ്റ്, DRS എയർബി, PC ലവർ, NGO സ്പൈഡർ ആണ് നിലവിൽ ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്ന പാക്മാൻ, മെഗട്രോൺ, ഹിറ്റ്മാൻ, മലപ്പുറങ്കൊക്കെയാണ്. ആദ്യത്തെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 4 10 12 കില്ലാണുള്ളത്. രണ്ടാമത്തെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 2 7 കില്ലാണുള്ളത്. മൂന്നാമത്തെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 6 കില്ലാണുള്ളത്. നാലാമത്തെ ഇതിൽ കില്ലുകളൊന്നുമില്ല, അതായത് സോളോ ആയിരുന്നു. അഞ്ചാമത്തെ ഇതിലുള്ളത് 1 കില്ല് മാത്രമാണ് അവർ ഡുവായിരുന്നു ഉണ്ടായിരുന്നത്. ആറാമത്തെ ഇതിൽ 4 പേരും 0 കില്ലാണ് എടുത്തിട്ടുള്ളത്. ഏഴാമത്തെ ഇതിൽ എന്തായാലും 4 കില്ല്, 4ഉം 2 6 കില്ല് അവരെടുത്തിട്ടുണ്ട്. എട്ടാമത്തെ സ്ക്വാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കില്ല് മാത്രമേ ഉള്ളൂ. 9ൽ 1 കില്ലുണ്ട്. 10ാമത്തേതിൽ 2 കില്ലാണുള്ളത്. 11ാമത്തെ AST മാർക്കോ ഒരു കില്ല് മാത്രമാണുള്ളത്. നിലവിൽ ഉണ്ടായെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സോളോ ആയിരുന്നു ഇറങ്ങിയിരുന്നത്. നമുക്ക് എന്തായാലും സ്റ്റാർ ഓഫ് ദി മാച്ച് കൂടി നമുക്ക് എന്തായാലും പോയി നോക്കാം. സ്റ്റാർ ഓഫ് ദി മാച്ച് PC ലവറാണ് ഗോയിങ് ഓൾ ഔട്ട് ഫിനിഷസ് 4 4 കില്ലാണ് എടുത്തിട്ടുള്ളത്. ബോണസ് പോയിന്റ് 2 ആണ്. 586 ഡാമേജ് ഉള്ളത്. R34 വോട്ടക്സ് ആണ് റെസ്ക്യൂവിൽ ബെസ്റ്റ് കമ്പനിയായിട്ട് കൂടെ കൂട്ടാൻ കൊള്ളാമെന്ന് പറയുന്നത്. അസിസ്റ്റ് 2 തവണ, റെസ്ക്യൂ 2 തവണ, ഹെൽത്ത് റിസ്റ്റോർഡ് 430.